നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ പോലീസ് മേധാവിയെ ഇന്നറിയാം. രവാഡ ചന്ദ്രശേഖരനാണ് സാധ്യത കൂടുതൽ. UPSC തയ്യാറാക്കിയ 3 അംഗ ചുരുക്കപ്പട്ടികയിൽ 2ാം പേരുകാരനാണ് രവാഡ. രാവിലെ ചേരുന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കും. നിലവിൽ IBയിൽ സ്പെഷ്യൽ ഡയറക്ടറാണ് രവാഡ ചന്ദ്രശേഖർ. റോഡ് സുരക്ഷാ കമ്മീഷണറായ നിതിൻ അഗർവാളിന്റെ പേരും പരിഗണനയിലുണ്ട്. കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുമ്പോൾ തലശ്ശേരി ASP ആയിരുന്ന രവാഡ ചന്ദ്രശേഖരനെ മേധാവിയാക്കുന്നതിൽ ഇടത് കേന്ദ്രങ്ങളിൽ വലിയ ചർച്ച നടന്നിരുന്നു. പട്ടികയ്ക്ക് പുറത്തുള്ള ഒരാളെ ഇൻചാർജ് DGP ആക്കാനും ആലോചനയുണ്ടായിരുന്നു. എന്നാൽ നിയമക്കുരുക്കാകുമെന്ന് കരുതി ഈ നീക്കം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. BJP കോർ കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. പുനഃസംഘടനയ്ക്ക് മുന്നോടിയായാണ് യോഗം ചേരുന്നത്. കഴിഞ്ഞ ദിവസം തൃശൂരിൽ ചേർന്ന യോഗത്തിൽ V മുരളീധരനെയും K സുരേന്ദ്രനെയും ക്ഷണിക്കാത്തതിൽ വിവാദമുണ്ടായിരുന്നു. പുതിയ അധ്യക്ഷന്റെ ശൈലിക്കെതിരെ പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട്. യുവമോർച്ച, മഹിളാ മോർച്ച ഭാരവാഹികളെ കണ്ടെത്താനായി കഴിഞ്ഞ ദിവസം തൃശൂരിൽ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ടാലന്റ് ഹണ്ട് നടത്തിയതിലും ഒരു വിഭാഗത്തിന് അമർഷമുണ്ട്. മുരളീധര പക്ഷം ഈ പ്രശ്നങ്ങളെല്ലാം യോഗത്തിൽ ഉന്നയിക്കാനിടയുണ്ട് എന്നാണ് നിഗമനം. രക്തസ്രാവം വന്ന് ഗുരുതരാവസ്ഥയിലായ സ്ത്രീയെ ഔദ്യോഗിക വാഹനത്തിൽ ആശുപത്രിയിലെത്തിച്ച് പോലീസ്. പത്തനംതിട്ട തണ്ണിത്തോട് മൂഴി പുളിഞ്ചാൻ വീട്ടിൽ അമ്പിളിയെയാണ് പോലീസ് വാഹനത്തിൽ ആശുപത്രിയിലെത്തിച്ചത്. ഗുരുതരാവസ്ഥയിലായ അമ്പിളിയെ കൊണ്ടുപോകാൻ ആംബുലൻസ് വിളിച്ചുവെങ്കിലും കിട്ടിയിരുന്നില്ല. തുടർന്ന് ഭർത്താവ് തണ്ണിത്തോട് പോലീസ് സ്റ്റേഷനിലെത്തി സഹായം ആവശ്യപ്പെടുകയായിരുന്നു. രാത്രി 2 മണിയോടെയായിരുന്നു സംഭവം. പോലീസ് ഉടൻ തന്നെ തങ്ങളുടെ ഔദ്യോഗിക വാഹനത്തിൽ യുവതിയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഹേമചന്ദ്രന്റെ മൃതദേഹം കത്തിക്കാനും ശ്രമിച്ചു. കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വയനാട് സ്വദേശി ഹേമചന്ദ്രനെ കോഴിക്കോട് നിന്നും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വനമേഖലയിൽ കുഴിച്ചു മൂടുന്നതിന് മുൻപ് കത്തിക്കാനും പ്രതികൾ ശ്രമിച്ചിരുന്നതായി പോലീസ്. പഞ്ചസാരയും പ്രതികൾ മൃതദേഹത്തിൽ വിതറി. തീ ആളിപ്പടർന്നതോടെ ആരെങ്കിലും കാണുമെന്ന് കരുതി ഉടൻ തന്നെ കെടുത്തി കുഴിച്ചു മൂടുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഉറവകളും തണുപ്പും മറ്റുമുള്ള അന്തരീക്ഷമായതിനാലാണ് 15 മാസത്തോളം ചതുപ്പ് പ്രദേശത്ത് മണ്ണിട്ട് മൂടിയിട്ടും ശരീരഭാഗങ്ങൾ കൂടുതൽ ദ്രവിക്കാതിരുന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. ഗൾഫിലുള്ള മുഖ്യപ്രതി നൌഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങളും ശക്തമാക്കിയതായി പോലീസ് പറയുന്നു. സംസ്ഥാനത്തെ എൻട്രൻസ് പരീക്ഷാ ഫലം വൈകും. അപേക്ഷയിലെ ന്യൂനതകൾ പരിഹരിക്കാനുള്ള സമയം ജൂലൈ 3 വരെ നീട്ടി. 2 ദിവസത്തിൽ ഫലം പ്രഖ്യാപിക്കുമെന്നായിരുന്നു 24-ാം തീയതി മന്ത്രി ബിന്ദു പറഞ്ഞത്. +2 മാർക്ക് ഏകീകരണത്തിനുള്ള മാനദണ്ഡം നിശ്ചയിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ തീരുമാനം വൈകുന്നതാണ് പരീക്ഷാഫലം വൈകാൻ കാരണമാവുന്നത്.